ഇപ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ് സെറ്റപ്പിലാണ്. വാമപ്പ് ആയിട്ട് ഒരിക്കലും പുഷപ്പും പുള്ളപ്പും ചെയ്യേണ്ട കാര്യമില്ല. അവർ ക്ലയൻസിന്റെ അടുത്ത് ബിഹേവ് ചെയ്ത് ഞാൻ 1-2 ദിവസം കൂടെ നിന്ന് നോക്കി. നമ്മൾ സൈഡ് എഫക്ട്സ് മനസ്സിലായി, നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. ലെഫ്റ്റ് നിങ്ങളുടെ വീക്ക് ഹാൻഡ് ഫെയിൽ ആയാലും സ്റ്റോപ്പ് ചെയ്യരുത്, നിൽക്കുന്ന സ്റ്റേബിൾ. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, വേർപ്പും ഫാറ്റ് ബേണിംഗും ആയിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്കാസ്റ്റ്. സോ ഇന്ന് നിങ്ങൾക്ക് കാണുന്നത് മനസ്സിലാവും, നമ്മളിപ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ് സെറ്റപ്പിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് മാക്സ് ഫിറ്റ് ജിം കാക്കനാടിലാണ്. ഇന്ന് ഈ ഒരു സീരീസ് നമ്മൾ വേറൊരു വെറൈറ്റി സംഭവം പിടിക്കാന്ന് വെച്ചാൽ, അതായത് ഒരുപാട് നമുക്ക് മെസ്സേജ് അയച്ചൊരു സംഭവമാണ് ചേട്ടാ, ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള വർക്കൗട്ട്സും കാര്യങ്ങളും പറഞ്ഞു, അല്ലെങ്കിൽ ബിഗിനേഴ്സായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ഇൻബോക്സിലും അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, ടിപ്സ് പറഞ്ഞു കൊടുക്കുമോ അല്ലെങ്കിൽ എന്തൊക്കെ ഡയറ്റ് പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു സെഷൻ കണക്കിലെടുത്താണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. മെയിനായിട്ട് നമുക്ക് ജിമ്മും അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിയറിയിലൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാം ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജിലൂടെ മാത്രമേ നമുക്ക് ഫിറ്റ്നസ്സിന് എന്നൊരു മേഖലയിൽ എന്തെങ്കിലും ഒക്കെ നേടാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദിസ് സെഷൻ വിൽ ബി നോൺ ആസ് ട്രെയിൻ വിത്ത് ദി ബെസ്റ്റ്. സോ അതിൽ ആദ്യത്തെ സെഷനായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മാക്സ് ഫിറ്റ് സ്റ്റുഡിയോ ആണ്, കാക്കനാടുള്ള, എറണാകുളം കാക്കനാടുള്ള. സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ ട്രെയിനർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇവിടുത്തെ ട്രെയിനറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ as you may know, he is Mr. ഡുഡു ആന്റണി, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരള, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു മഹത് വ്യക്തിയാണ് ബോഡി ബിൽഡിംഗ് ഫീൽഡിൽ. സോ ചേട്ടാ, എത്ര കാലം ഇവിടെ ഇപ്പോൾ ട്രെയിനറായിട്ട്? ഞാനിപ്പോ 1 വീക്ക് ആയുള്ളൂ, റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. എറണാകുളം ഇപ്പൊ എന്താ പറയുന്നത്, നമ്മൾ കേരളത്തിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളമാണ്. എല്ലാവരും ഇൻഫോ പാർക്ക് അടുത്തുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരുപാട് നമുക്ക് അറിയാം, എവറി വീക്ക് ഒരു ഫിറ്റ്നസ് സെന്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു അത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ്. സോ ദാറ്റ്സ് വൈ. മാക്സ് ഫിറ്റിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ? ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് എറണാകുളത്ത് ഒരു ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പല ജിമ്മിലും ഇങ്ങനെ വേക്കൻസികൾ നോക്കിയായിരുന്നു. പലയിടത്തും പോയി ഞാൻ സംസാരിച്ച് നോക്കി. ബട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തത് ഇവിടെയാണ്. ബിക്കോസ് ഒന്ന്, ഇവിടുത്തെ ടീമിന്റെ ഒരു സപ്പോർട്ട്, ആസ് വെൽ എസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ട്രെയിനേഴ്സ് വെരി നോളജബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ്. അതുപോലെ അവർ ക്ലയൻസിന്റെ അടുത്ത് ബിഹേവ് ചെയ്ത് ഞാൻ 1-2 ദിവസം കൂടെ നിന്ന് നോക്കി. അവർ ക്ലയൻസിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട്, ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് ഒരു ക്ലയന്റ് ഇവിടെ നിന്ന് വരുമ്പോൾ മുതൽ ത്രൂ ഔട്ട് ദ ടൈം ആ ക്ലയന്റിന്റെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുക. മറ്റു പല ജിമ്മിലും നമുക്കറിയാം, ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നുകൊണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ എന്താ പറയുന്നത്, പ്രൊഫഷണലി ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. So I think this is a very good opportunity. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റി പറയുന്ന സമയത്ത്? വെൽ, മാക്സ് ഫിറ്റിന്റെ സ്റ്റുഡിയോ ആണിത്. മാക്സ് ഫിറ്റ് ഒരു പ്രീമിയം ജിമ്മാണ്. സോ വി ഹാവ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ട്രെയിനേഴ്സ് ഉണ്ട്. ഞങ്ങൾ 8 ആൻഡ് പ്ലസ് മീ, ഞങ്ങൾ ടോട്ടൽ 9 ട്രെയിനേഴ്സ് ഉണ്ട്. പ്ലസ് അവരുടെ എക്യുപ്മെന്റ്സ്, ഇതെല്ലാം ബീങ് സ്ട്രോങ്ങിന്റെ എക്യുപ്മെന്റ്സ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും, വെരി ടോപ്പ് ക്വാളിറ്റി മെഷീൻസ്. ദെൻ ഒരു കാർഡിയോയ്ക്ക് വേണ്ടി നല്ല റേഞ്ച് ഓഫ് മെഷീൻസ് ഉണ്ട്. ദെൻ വി ഹാവ് എ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഹിയർ, വി ഹാവ് എ സ്റ്റീം റൂം ഹിയർ, വി ഹാവ് കഫറ്റീരിയ ഹിയർ. മോസ്റ്റ് ഓഫ് ദി ജിംസിൽ കഫറ്റീരിയ തുടങ്ങിയിട്ട് അത് ക്ലോസ് ചെയ്തിടുവാണ്. ബട്ട് ദ കഫറ്റീരിയ ഈസ് ഓൾവേസ് ആക്റ്റീവ്. കഫറ്റീരിയ പറ്റി പറഞ്ഞ, കഫറ്റീരിയ പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ വ്യൂ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അടിപൊളി കഫറ്റീരിയ ഇവിടുത്തെ. ഇവിടുത്തെ മെഷീൻസിനൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ്, obviously all types sorts of training program that includes Zumba, weight training, whatever training program that you are looking for, that's available here. സോ ഗൈസ്, അപ്പോൾ കാക്കനാട് ലൊക്കേഷനിലുള്ളവർ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. തീർച്ചയായും നിങ്ങൾ അഡ്മിഷൻ എടുക്കും. കാരണം മെഷീൻസ് ഒക്കെ ടോപ്പ് ക്വാളിറ്റി മെഷീൻസ് ആണ്. വന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ടോക്ക് ചെയ്ത് ട്രെയിനേഴ്സിനോട് ഒരു 2 മിനിറ്റ്സ് സംസാരിച്ചാൽ നിങ്ങൾ ഇവിടെ ജോയിൻ എടുക്കുകയാണ്. അപ്പം ജസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ തോന്നി. സോ അപ്പോൾ ചേട്ടാ, നമുക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്സ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്, എടുക്കാമോ, അല്ലെങ്കിൽ ഡയറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആക്ച്വലി ഇന്ന് വേറൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. അത് ഡുഡുച്ചേട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. പുള്ളി പാലക്കാട് നിന്ന് വന്ന ഒരു പയ്യനാണ്. ഹീസ് സബ് ജൂനിയർ കാറ്റഗറിയിൽ കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹിസ് നെയിം ഈസ് അശ്വൽ വന്നു. സോ ഹീസ് അശ്വൽ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇവർ രണ്ടുപേരായിരിക്കും നിങ്ങൾ ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് കാണുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അശ്വലിന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. അതായത് പുള്ളി ഒരു സബ് ജൂനിയറാണ്, ബോഡി ബിൽഡിംഗ് ഫീൽഡിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അശ്വലിനെ പോലെ ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് കിട്ടാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡുഡുച്ചേട്ടൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സെഷൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്.
സോ അപ്പോൾ നമുക്ക് കൂടുതലും ഒരു വർക്കൗട്ട് സെഷൻ അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്ന രീതിയിലായിരിക്കും ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു അജണ്ട പോലത്തെ? നമുക്ക് വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ ബിഗിനിങ് ഓൾവേസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പാർട്ട് ഏതാ? ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ്. ഒരു ഗുഡ് കോമ്പിനേഷൻ ഓഫ് വർക്കൗട്ട് ആണ് ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ്. യു കൻ ഓൾവേസ് ഡു ചെസ്റ്റ് ട്രൈസെപ്സ്. പാർട്ടിക്കുലർലി ബിഗിനേഴ്സ് അല്ല, അഡ്വാൻസ് ട്രെയിനേഴ്സിനും ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ചെസ്റ്റ് വർക്കൗട്ട്സ്. ഓക്കെ, നമുക്ക് ഒരുപാട് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം, ബട്ട് ഞങ്ങളൊരു ഫ്യൂ ഓഫ് ദ ഗുഡ് എക്സസൈസ് പിക്ക് ചെയ്തിട്ട് അത് എങ്ങനെ പർട്ടിക്കുലർലി എങ്ങനെ പെർഫോം ചെയ്യാം, എങ്ങനെ ഇന്റൻസീവ് ഫോമിൽ പെർഫോം ചെയ്യാന്നുള്ളതാണ്. as well as triceps. So we'll begin with some warm-ups. Okay, Ashwin. So as you know, നമ്മൾ കുറച്ച് റൊട്ടേറ്ററി കഫ് വാം-അപ്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾവേസ് നിങ്ങളുടെ പുഷ് ആയിട്ടുള്ള സെഷൻസ് ലൈക്ക് വെദർ ഇറ്റ് ക്യാൻ ബി ചെസ്റ്റ്, ഇറ്റ് ക്യാൻ ബി ഷോൾഡർ, ഓൾവേസ് റൊട്ടേറ്ററി കഫ് നല്ലപോലെ വാം ചെയ്യണം. സോ ഫസ്റ്റ് മൂവ്മെന്റ് ദാറ്റ് ഷോൾഡർ സൈഡിൽ, then up and down movement. Okay, you can do 10 reps of that. 10 reps. Yeah. 5. Yeah. Okay. Yeah. 1. Yeah. Slowly control and move it. Yeah. 2. Yes. Open it. Open. Okay. And then switch back. 2. Yes. E portion open aga release here. Frontals. Yes. It's not frontal to actually. It's rotatory cuff. Okay. 10. Okay. You can do 2 or 3 sets of this. Okay. First one. Second one. All right. നമ്മൾ ഈ ഡംബിൾസ് സൈഡിൽ ഇങ്ങനെ പിടിക്കാം. ദെൻ നോക്കുക, 1 ഡംബിൾ അപ്പ് ആൻഡ് ഡൗൺ, ഒരു 10 reps. അതിനുശേഷം ഇത് ഹോൾഡ് ചെയ്തിട്ട് അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ഒരു 10 reps. ഓക്കെ, ഡംബിൾസ് കുറച്ച് പുറത്തേക്ക്. യെസ്, ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കാം. ഇനി അതേ ലൈനിൽ സ്ട്രെയിറ്റ്. ഓക്കെ, അവിടെ ഹോൾഡ് ചെയ്തില്ലേ? ഇനി ഇവിടെ ഉണ്ട്. ഇത് ഒരു 10 reps. 2 hand? No, 1 hand. Just hold it. Both hands അവിടെ ഹോൾഡ് ചെയ്ത്. ഇനി ഇതിവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇത് പോട്ടെ. Okay. 1. 10 reps. 2. Good. And one more. 10. Okay. So always begin with 2 or 3 sets of this type of movements. Okay. അത് നമ്മുടെ റൊട്ടേറ്ററി കഫിനെ വാം ആവും. ഇനി അത് പ്രോപ്പറായിട്ട് വാം ആയാൽ മാത്രമാണ് നമുക്ക് ചെസ്റ്റ് വർക്കൗട്ട് നല്ലപോലെ, പുഷ് വർക്കൗട്ട്സ് നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ക്രിയേറ്റ് ഇഞ്ചുറി. ഓക്കെ, മിക്കപ്പോഴും ചെസ്റ്റിന് ഉണ്ടാവുന്ന ഇഞ്ചുറി എന്ന റൊട്ടേറ്ററി കഫ് ഇഞ്ചുറി ആയിരിക്കും പുഷ് ഡേയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ ഫസ്റ്റ് വർക്കൗട്ട്. ഓക്കെ കോച്ച്, ഒരുപാട് പേര് ഇപ്പോഴത്തെ ബിഗിനേഴ്സ് ജസ്റ്റ് ഒരു വാം അപ്പ് സെറ്റ് ആയിട്ട് ജസ്റ്റ് കൈ ജസ്റ്റ് മാത്രം റൊട്ടേറ്റ് ചെയ്തു, പിന്നെ ജസ്റ്റ് പുഷപ്പ് അടിച്ചു. വർക്കൗട്ടിന് മുമ്പേ തന്നെ ജസ്റ്റ് പുഷപ്പ് പുള്ളപ്പ് ചെയ്യാറുണ്ട്. വാമപ്പ് ആയിട്ട് ഒരിക്കലും പുഷപ്പും പുള്ളപ്പും ചെയ്യേണ്ട കാര്യമില്ല. വാമപ്പ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് കുറച്ച് ഡൈനാമിക് മൂവ്മെന്റ്സ് ചെയ്യാം. ഡൈനാമിക് മൂവ്മെന്റ്സ്, ഫ്രീ ഹാൻഡ് മൂവ്മെന്റ്സ്, മേ ബി 5 or 6 മൂവ്മെന്റ്സ് അത് ചെയ്യാം. പ്ലസ് ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ പുഷ് ഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേറ്ററി കഫ് ചെയ്യുക. ബാക്ക് ഡേ ആണെന്നുണ്ടെങ്കിൽ ബാക്കിനുള്ള ജസ്റ്റ് സ്ട്രൈറ്റ് ആൻഡ് പുൾ ഡൗൺസ് ഒക്കെ എന്തൊക്കെ ലൈറ്റ് വെയിറ്റിൽ. ബേസിക്കലി ദ ഐഡിയ ഇസ് ടു ബ്രിങ് സം ബ്ലഡ് ഇൻ ടു ദാറ്റ് പോർഷൻ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് ഇറ്റ് സെൽഫ് ഈസ് എ വാമപ്പ്. ഓക്കെ, വർക്കൗട്ടിൽ നമ്മൾ വാമപ്പ് സെറ്റ്സും ഉണ്ട്, വർക്കിംഗ് സെറ്റ്സും ഉണ്ട്. ഓക്കെ, വിൽ ഡു വാമപ്പ് സെറ്റ്സ് നൗ. ഓക്കെ, അതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ലൈറ്റ് വെയിറ്റ്. നൗ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഫൈൻ. സീറ്റിന്റെ ഹൈറ്റ് ഓക്കെയാണ്. നൗ 6 reps. സ്പീഡ് വേണ്ട, പതുക്കെ കൺട്രോൾ ചെയ്ത് ജസ്റ്റ് മൂവ് ദ മസിൽ, ദെൻ ഓപ്പൺ ഇറ്റ് ബാക്ക്. കോച്ച്, സ്ട്രെച്ചിങ്ങിലേക്ക് വരുമ്പോ വർക്കൗട്ടിന് മുമ്പ് ചെയ്യണ വർക്കൗട്ടിന് മുമ്പും ചെയ്യരുത്, ആഫ്റ്ററും ചെയ്യരുത്. എന്താണ് ഒന്ന് വർക്കൗട്ടിന് മുമ്പ് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാര്യം, നമ്മൾ സ്റ്റഡീസ് ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് എല്ലാം പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വർക്കൗട്ടിന് മുമ്പ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഫുൾ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. സോ വർക്കൗട്ടിന് മുമ്പ് ചെയ്യേണ്ട കാര്യം. ഇനി വർക്കൗട്ടിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് മൈ തിയറി. പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം. ബട്ട് ഞാനിപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തു, ബ്രോ ഇപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തു, ചെസ്റ്റ് നന്നായിട്ട് പമ്പായി, ഓക്കെ, നല്ല ഫില്ലിംഗ് ആയി. നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അതങ്ങ് ഫ്രീ ആകും. അതാണോ വേണ്ടത്, അതോ കുറച്ചു നേരത്തേക്ക് അതങ്ങനെ ഫില്ലായിട്ട് നിൽക്കുന്നതാണോ ഇഷ്ടം? ഫീൽ ആയിട്ട് നിൽക്കുന്നതല്ലേ, നമുക്ക് അങ്ങനെ നിൽക്കണമെന്നല്ലേ. സോ അതിന്റെ കേസാണ്. സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളൊരു മസിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാൻ പോകുന്നില്ല. സോ യു ഫിനിഷ് ദ വർക്കൗട്ട്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വാം-അപ്പ് സെറ്റിൽ എത്ര നമ്പേഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? 6 or 5, മേ ബി 4. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവർ വരുത്തുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് വാം-അപ്പ് സെറ്റിൽ 15 repetitions 20 repetitions ഒക്കെ ചെയ്യും. നെവർ ഡു ദാറ്റ്.
നിങ്ങളുടെ എനർജി വർക്കിംഗ് സെറ്റിലേക്ക് വെക്കുക. ഓക്കെ, വാമപ്പ് സെറ്റിൽ ഒരിക്കലും വാമപ്പ് മസിൽസ് വാം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരിക്കലും നിങ്ങൾ എനർജി വേസ്റ്റ് ചെയ്യരുത്. എനർജി ഓൾവേസ് കീപ് ഇറ്റ് ഫോർ ദ വർക്കിംഗ് സെറ്റ്. ഓക്കെ, വാമായോ? വാമായില്ലെങ്കിൽ വി ക്യാൻ ഡു വൺ മോർ വാം സെറ്റ്. ഓക്കെ, ഐ ആം ഗുഡ്. ഓക്കെ, ഫൈൻ. നമ്മളിനി ഒരു വർക്കിംഗ് സെറ്റിലോട്ട് പോവാണ്. ഓക്കെ, നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഒരു 8 to 10 reps. ഓക്കെ, alright, so fine. Yes, that's good. അവിടെ അങ്ങനെ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം യൂസ് ചെയ്യുക ആൻഡ് സ്ട്രെച്ച് ഇറ്റ് ബാക്ക്. 1. ഈ മസിൽസ് ഉപയോഗിച്ച്, അതായത് ഈ പോർഷൻ ഇല്ലേ, ഇത് ഉപയോഗിച്ച് ചെസ്റ്റിനകത്തേക്ക് പുഷ് ചെയ്തേ. Yeah, that's good. ഗുഡ്. മസിൽസിൽ കണക്ട് ആവുന്നുണ്ടോ? യെസ്. ഓക്കെ, മസിൽസിൽ കണക്ട് ആവും. സോ ഈ ഫസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രസ് ചെയ്യാമായിരുന്നു, കോമ്പൗണ്ട് മൂവ്മെന്റ് ചെയ്യാമായിരുന്നു. ബട്ട് ദർ ദ റിസ്ക് ഓഫ് ഇഞ്ചുറീസ് മോർ. ഹിയർ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വാമപ്പ് കിട്ടും, as well as നമുക്ക് മസിൽസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മൈൻഡ് ടു മസിൽ കണക്ഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ബിഗിൻ ചെയ്തത്. ഓക്കെ, കോമ്പൗണ്ട് മൂവ്മെന്റ് ബിഗിൻ ചെയ്യുന്നതിൽ പ്രോബ്ലം ഉണ്ടായിട്ടല്ല, ബട്ട് എ ബെറ്റർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതായിരിക്കും ഓൾവേസ്. ഒരു 60 to 90 seconds ആവറേജ് റെസ്റ്റ് ആയി. ബട്ട് ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം റെസ്റ്റിന് വേണം എന്ന് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കാം, നോ പ്രോബ്ലം. മാക്സിമം ഒരു 3 minutes. ഓക്കെ, ലാർജർ മസിൽ ഗ്രൂപ്പ്, അതായത് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ലെഗ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരൂടെ റെസ്റ്റ് ടൈം കൂടുതൽ എടുക്കാം. ബട്ട് ഇതുപോലെ ഒരു ഐസൊലേഷൻ മൂവ്മെന്റ് വരുമ്പോൾ ഒരു 60 to 90 seconds is fine enough. എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവസാനം വരെ ഫെയിലിയർ സെറ്റ് വരെ ചെയ്യണം പറയാറില്ലേ? എന്താണ് ഫെയിലിയർ സെറ്റ്? എന്തുകൊണ്ടാണ് ഫെയിലിയർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കാൻ ഡു വൺ മോർ റെപ്പ്. അതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു റെപ്പോടെ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് ഫെയിലിയർ റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെയിലിയർ റെപ്പ് വരെ ചെയ്യുന്നതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അല്ല, ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പർട്ടിക്കുലർ വെയിറ്റ് ബ്രോ ഫെയിലിയർ വരെ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ ഒരു 4 or 5 പ്രാവശ്യം ഫെയിലിയർ വരെ ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ കയറുള്ളൂ. ഈ ഫെയിലിയറിന് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ ലെവലിൽ തന്നെ നിൽക്കും. മിക്കവരും കയറി പോകാത്തതിന്റെ ഒരു കാരണം അതാണ്, അവർക്ക് റിയൽ ഫെയിലിയർ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, റിയൽ ഫെയിലിയർ എത്തിയാൽ, അങ്ങനെ പല പ്രാവശ്യം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് മസിൽസ് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്, ഓപ്പൺ ആക്കുന്നില്ല. ചെസ്റ്റ് മാക്സിമം ഓപ്പൺ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഷോൾഡർ അല്ല, ചെസ്റ്റ് ആണ്. ചെസ്റ്റിന്റെ അതായത് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഈ പോർഷൻ ഈ ആം കൊണ്ട് ഈ ചെസ്റ്റിനെ നമ്മൾ പോവാണ്. ഈ ലോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് അകത്തേക്ക് വരണം. ഓക്കെ, അത് ഫീൽ ചെയ്താൽ മാത്രം മതി. റൈറ്റ്, ഓപ്പൺ ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ ആംസ് കംപ്ലീറ്റ് ഓപ്പൺ ആക്കണ്ട, ഈ ഒരു ബെൻഡ് കൊടുത്ത് ഓപ്പൺ ആക്കുക. ഓക്കെ, റെഡി? ദ യു കമോ. ഒരു റെപ്പോടെ പോയേനെ. ഓക്കെ, ഗുഡ്. സോ ദാറ്റ്സ് എ ഫെയിലിയർ. ഓക്കെ, if I'm telling you to do one more rep, sometimes you won't be able to do that. Okay, that's failure, right? Okay, so this is a working set. ഇതാണ് ഒരു ആക്ച്വൽ വർക്കിംഗ് സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 1, 2 മേ ബി എക്സ്പീരിയൻസ്ഡ് ബോഡി ബിൽഡർ ആണെങ്കിൽ അപ് ടു 3 വർക്കിംഗ് സെറ്റ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, യൂഷ്വലി ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താണ്, വാം സെറ്റ് മുതൽ കൗണ്ട് ചെയ്യും. വാം സെറ്റ് ഫസ്റ്റ് സെറ്റ്, അടുത്ത വാം സെറ്റ്, അടുത്ത സെറ്റ്. നോ, വാം അപ്പ് സെറ്റ്സ്, വർക്കിംഗ് സെറ്റ്സ്, ബോത്ത് ആർ ഡിഫറെന്റ്. ഓക്കെ, ഗുഡ്. ഒരുപാട് ബിഗിനേഴ്സ് ഫസ്റ്റ് തന്നെ വരുന്ന മിസ്റ്റേക്ക് ആണ് ഏതാണ് ബെസ്റ്റ് വർക്കൗട്ട് സ്പ്ലിറ്റ് എന്നുള്ളത്. പുഷ് പുൾ ലെഗ് ഡേ ഉണ്ട്, അതേപോലെ ഒരുപാട് വലിയ വലിയ ബോഡി ബിൽഡേഴ്സ് ഒക്കെ വീക്കിൽ 1 day ആണ് വരെ വർക്കൗട്ട് ഒരു മസിൽ ഗ്രൂപ്പ് ചെയ്തുള്ളൂ. എന്താണ് കോച്ചിന്റെ അഭിപ്രായം? ഇറ്റ് ഡിപ്പെൻസ് ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന സ്പ്ലിറ്റ് ആണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ചെയ്യുന്ന ഒരു ഇന്റൻസിറ്റി ലെവലിലാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദി ഇന്റൻസിറ്റി. ഇതേപോലെ ഇന്റൻസിറ്റി ലെവലിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീക്ക്ലി വൺസേ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം ടു റിക്കവർ. മനസ്സിലായില്ലേ? അതല്ല, ഇന്റൻസിറ്റി കുറവാണ്, നിങ്ങൾ നോർമൽ ആയിട്ട് ചെയ്യുന്നതിന് ഓക്കെ 2 or 3 times യു ഡു, ദാറ്റ് നോ പ്രോബ്ലം. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ മസിൽ ഗ്രോത്ത്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുഷ് പുൾ ലെഗ് ഒന്നും അല്ല എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. മസിൽ ഗ്രോത്ത് ഫീൽ ചെയ്തത് എപ്പോഴും ബ്രോ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ അതായത് നിങ്ങൾക്ക് 2 മസിൽ ഗ്രൂപ്പ് കോമ്പൈൻ ചെയ്യാം. ഒന്നെങ്കിൽ ചെസ്റ്റ് ട്രൈസെപ്സ്, ദെൻ ഷോൾഡർ ബൈസെപ്സ്, ബാക്ക്, ലെഗ്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ചെസ്റ്റ്, ഷോൾഡർ, ബാക്ക്, ലെഗ്, ആംസ്. ഇനി ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് വരുമ്പോൾ ചെസ്റ്റ് 1 day, ബാക്ക് 1 day, ഷോൾഡർ 1 day, ആംസ് 1 day, ക്വാഡ്രൈസെപ്സ് 1 day, ഹാംസ്ട്രിംഗ് ഗ്ലൂട്ട്സ് അനദർ ഡേ, അങ്ങനെയും വരാം. ഒരുപാട് ബിഗിനേഴ്സ് ഫസ്റ്റ് തന്നെ വരുത്താൻ മിസ്റ്റേക്ക് ആണ് ലെഗ് ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യില്ല. ആഴ്ചയിൽ വെക്കുക
ദിവസങ്ങളിൽ ലെഗ് സ്ട്രിപ്പ് ഇല്ല, നിങ്ങൾ ബിഗിനിങ്ങിൽ ലെഗിന്റെ ഇമ്പോർട്ടൻസ് ആയ ബോഡി, നമ്മുടെ ബോഡിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ അപ്പർ ഹാഫിലോട്ട് ഉള്ളത് അത്രയും തന്നെ മസിൽ ഗ്രൂപ്പ് താഴോട്ടും ഉണ്ട്. ലെഗ്, ക്വാഡ്രൈസെപ്സ്, ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് മസിൽ ഏതാണ്? ഗ്ലൂട്ടിയസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമാസ് ആണ്. സോ ഇതിനൊന്നും ട്രെയിൻ ചെയ്യാതെ നിങ്ങൾ അപ്പർ ബോഡി മാത്രം ട്രെയിൻ ചെയ്തതിനല്ല, പിന്നീട് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകും. സോ ഇനിഷ്യലി ലെഗിന് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ലെഗിന് നിങ്ങൾ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാ ബോഡി പാർട്ടിനും, ബിഗിനർ എല്ലാ ബോഡി പാർട്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചെസ്റ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റ് നന്നായിട്ട് ചെയ്യുക, ബാക്ക് ചെയ്യുമ്പോൾ ബാക്ക് നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അതല്ലാതെ ഇപ്പോൾ ഒരു പാർട്ടിന് മാത്രം പർട്ടിക്കുലർലി ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഫോർ ദ ഫസ്റ്റ് 2 or 3 years ഈച്ച് ബോഡി പാർട്ടിന് ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുക. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഡു അനദർ വർക്കൗട്ട്. ഹൗ മെനി റെപ്പിറ്റേഷൻസ് വി ഡു ഇൻ എ സിംഗിൾ സെറ്റ്? ഒരുപാട് ബിഗിനേഴ്സ് ചോദിക്കുന്ന ഡൗട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? 8 to 12 reps. 8 to 12 reps. 8 to 12 ബിൽഡിംഗ് ഏത് മൂവ്മെന്റ്, ഏത് പാർട്ടാണെന്നുണ്ടെങ്കിലും 8 to 12 റെപ്സിൽ നിങ്ങൾ ഫെയിലർ അച്ചീവ് ചെയ്തിരിക്കണം. ഓക്കെ, 6 ആവാം, മിനിമം 6 ആവാം. ബേസിക്കലി വി ക്യാൻ സേ 6 to 12, ബട്ട് ഒരു ബിഗിനർ ഒക്കെ അല്ലേ 8 to 12. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബ്രീത്തിങ്? നത്തിങ് ലൈക്ക് ബ്രീത്തിങ് ഇൻ ബോഡി ബിൽഡിംഗ്. ബ്രീത്തിങ് നിങ്ങൾ നോർമൽ പോലെ ചെയ്യുക. നിങ്ങൾ അവിടെ ഒന്നും ചെയ്യാൻ പോകണ്ട, അത് നിങ്ങൾ ഓട്ടോമാറ്റിക് നടത്തണം. ചില പർട്ടിക്കുലർ മൂവ്മെന്റ്സ് ലൈക്ക് ഒരു ഡെഡ് ലിഫ്റ്റ്, സ്ക്വാഡ്സ്, ഇങ്ങനത്തെയുള്ള മൂവ്മെന്റ്സിലാണ് നിങ്ങൾ ബ്രീത്തിങ് ഒന്ന് പിടിച്ചു വെച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വേറെ ഒരു മെത്തേഡ്. ബട്ട് നോർമൽ വരുന്ന ഒരു മൂവ്മെന്റിലും നിങ്ങൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ചിലർ എടുത്തു നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ബ്രീത്ത് ഈസിലി. ഓക്കെ, സോ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഒന്ന് താഴേക്കിട്ട്, യെസ്, ഷോൾഡറിന്റെ അടിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മൂവ് ചെയ്ത് ഇനി ഒന്നിരുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ അല്ലേ? ഓക്കെ, അതായത് ഈ ചെസ്റ്റിന് ഈ ലെവലിൽ പതുക്കാണ്. ഓക്കെ ഫൈൻ. ജസ്റ്റ് ഒരു 6 reps. വാം സെറ്റ്. Wow, set. Yeah. 1. Good. ആംസ് കംപ്ലീറ്റ് ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് 2. 3. കുറച്ചുകൂടെ സ്ട്രെച്ച് ആയിക്കോട്ടെ. 4. 5. That's 6. 5. Good. അതുപോലെ ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ ചെയ്തത് ഈ ആംസ് ഇങ്ങനെ എൽബോ പോകേണ്ട കാര്യമില്ല. എൽബോ ഒരു സ്വല്പം താഴേക്ക് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ പോയാൽ എന്താ പ്രോബ്ലം പറ്റുന്നത്? ഷോൾഡർ ഓവർ സ്ട്രെച്ച് ആകും. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different, man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro, don't waste your time no more. Who the fuck are you to tell me what to do? I don't give a damn if you say you disapprove. I'm gonna make my move, I'm gonna make it soon. And I'll do it cause it's what I wanna fucking do. Cause all these opinions and all these positions, they come in millions, they blocking your vision. But no, you can't listen, that shit is all fiction. Cause you hold the power as long as you're driven. There's no way that you make it, and maybe you can fake it, but you're never gonna make it. Are you just gonna take that? Make them take it all back. Don't tell me you believe that. Are you just gonna take that? Or will you fucking fight back? Yes, brother. Come on. 4.
There you go, there you go, there you go, there you go. Come on. 5. Very good. Come on, try. Yes, 6. Okay, I want you to do 2 more. Yeah, come on. Oh, okay, good. And last one. Give your best. Don't give up. Come on, there you go. Okay, fine. Good. ഒരുപാട് പേരൻസ് ജിമ്മില് സ്റ്റുഡൻസിനെ ഏറ്റവും കൊണ്ടുവരാൻ മറ്റേ ഏജ് ഏതാ പറഞ്ഞിട്ട് ഒരുപാട് പേരൻസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏത് ഏജിലും നിങ്ങൾക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ 14 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകാൻ പറ്റില്ല? ഒരിക്കലും ഇല്ല. ഏത് ഏജിൽ വേണം നിങ്ങൾക്ക് ജിം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ട്രെയിനിങ് ഏത് ഏജിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ് ടു ഏത് ഏജ് വരെ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും ബെറ്റർ. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. പിന്നെ ഒരു യങ് ഏജിലൊക്കെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾ ചെയ്യുന്ന പോലെയല്ല. ഒബ്വിയസ്ലി നമുക്കറിയാമല്ലോ. ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ലൈറ്റ് ചെറിയ വെയിറ്റ്സുകളൊക്കെ ക്യാരി ചെയ്ത് ടെക്നിക്സ് ഫോംസ് ഒക്കെ കറക്റ്റ് ചെയ്ത് യെസ് ദാറ്റ്സ് ഗുഡ്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ ദിസ് ഈസ് ഡൺ. കുറച്ച് വെള്ളം കുടിക്കുക, ഒരു 2 to 3 minutes ബ്രേക്ക് എടുക്കുക. ഓക്കെ. എനിക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് എൽബോയിൽ ഇവിടെ ഒരു പെയിൻ ഉണ്ടല്ലേ? പെയിൻ അല്ല, ഒരു ടിക് ടിക് എന്നുള്ള സൗണ്ട് കുഴപ്പമില്ല. സൗണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. പെയിൻ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും സൗണ്ട് യൂഷ്വലി ഞാൻ ചിലപ്പോൾ ലെഗൊക്കെ ചെയ്ത് നടന്നു പോകുമ്പോൾ മുട്ടിൻ്റെ ഇടന്ന് കിടക്കുന്ന സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കുന്ന ആ ടിക് ടിക് എന്നുള്ളത് ഈ നൈട്രജൻ ബബിൾസ് റിലീസ് ആവുന്നതാണ് പറയുന്നത്. അത് തന്നെ ആകാം. സൗണ്ട് നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട് എക്സസൈസ് ചെയ്യും അവിടെ നിന്ന് സൗണ്ട് ഈസ് ടോട്ടലി ഓക്കെ. സൗണ്ട് ഒരു പ്രോബ്ലം ഇല്ല. പെയിൻ വന്നാൽ പ്രോബ്ലം ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. വൈറ്റ് ഒരു വർക്കിംഗ് സെറ്റ്. സോ അതൊരു വാംഡല്ല ചെസ്റ്റ്, കുഴപ്പമില്ലല്ലോ. ഒരു 5 കൂടെ ഇടാം. സോ ഇതൊരു വർക്കിംഗ് സെറ്റ് ആണ്. ആദ്യമേ നന്നായിട്ടൊന്ന് ബ്രീത്ത് ഒക്കെ എടുക്കുക, മൈൻഡ് കാമാക്കുക. ഫൈൻ, തിങ്ക് അബൌട്ട് ദിസ്. ഓക്കെ, വേറെ ഒന്നിനെ കുറിച്ച് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഐ വാണ്ട് ടു ഡു ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. റെഡി? 3, 2, 1. Yeah, there you go. Fine. And push back. There. That's 1. Very good. You're doing it. Come on. 2. Come on. 1. Come on. Push. 2. 3. 2 more. Come on. 4. 1 more. Yes. There you go. കറക്റ്റായിട്ട് ഫീൽ ആവുന്നു. മെഷീൻ കറക്റ്റായിട്ട് ഫീൽ ആവുന്നു. അടിപൊളിയാ. നമുക്ക് മെഷീൻസ് എല്ലാം ബീങ് സ്ട്രോങ്ങിന്റെ മെഷീൻസ് എല്ലാം ഷോൾഡർ പ്രസ് ഒക്കെ അടിപൊളിയായിട്ട്. ഷോൾഡർ പ്രസ്, പിന്നെ ആ രീതിയിൽ പ്രീച്ചർ കേൾസ്. ഞാൻ ഒരിടത്തും പ്രീച്ചർ കേൾസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീൽ ആകിയിട്ടില്ല. പലയിടത്തും പോയി പ്രീച്ചർ കേൾസ്, പക്ഷെ ആ പ്രീച്ചർ അതായത് ഇടയ്ക്ക് വെച്ച പ്രീച്ചർ കേൾസിന് എവിടെയൊക്കെയോ ടെൻഷൻ പോകുന്നുണ്ട്. പക്ഷെ അതങ്ങനെയല്ല, ഫുൾ ടൈം ആ ടെൻഷൻ കസ്റ്റമൈസ് ചെയ്തത്. പിന്നെ ബീങ് സ്ട്രോങ് നമുക്ക് പല ഗ്രേഡിൽ അവർ ചെയ്തു തരും. ഇപ്പം ടോപ്പ് ക്വാളിറ്റി ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. മെഷീൻസ് നമ്മൾ ചെസ്റ്റിന് അധികം ഒന്നും ചെയ്യണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് ചെസ്റ്റിന് ആ പെഗ്ഡക്ക് ചെയ്തു, ഈ പ്രസ് ചെയ്തു, ക്രോസ് ഓവർ ചെയ്തു. മതിയായി നമുക്കറിയാം. എന്തിനാ പറയുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെസ്റ്റ് എക്സസൈസ് ഇൻക്ലൈൻ ഡംബൽ പ്രസ്സസ്. സോ ഇൻക്ലൈൻ ഡംബൽ പ്രസ്സസിന് വേണ്ടിയിട്ട് നമുക്ക് ബിഗിൻ വിത്ത് ലൈറ്റ് വെയിറ്റ്, മേ ബി 7.5 ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ടാണല്ലോ കിടക്കുന്നത് അല്ലേ? യെസ്. ലൈറ്റ് വെയിറ്റ്, യാ. ജസ്റ്റ് പ്രസ് ഇവിടെ. ഓക്കെ, ഈ ഒരു ആംഗിൾ മതി. ഇവിടെ നിന്ന് അങ്ങനെ തന്നെ പ്രസ് ചെയ്താൽ മതി. ഡംബിൾ ചേർന്ന് വന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, 1, 2, യാ. മസിൽസ് എൻഗേജ് ചെയ്യാൻ നോക്കുക. 3, ദാറ്റ്സ് ഗുഡ്. 4, 5 and 1 more. ഓക്കെ, ഗുഡ്. 6 മതി. കോച്ച് 2-3 months ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആള്, ഈ വർക്കൗട്ട് ഇപ്പൊ ഫസ്റ്റിന് ഏത് സപ്ലിമെന്റ്സ് ആണ് എടുക്കേണ്ടത്? ക്രിയേറ്റിൻ പ്രീ വർക്കൗട്ട് 2-3 months ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു സപ്ലിമെന്റ് യൂസ് ചെയ്യണ്ട. ഒരു 1 year അല്ലെങ്കിൽ 2 year ഒക്കെ കഴിഞ്ഞിട്ട് മതി. 1 year ഒക്കെ കഴിഞ്ഞിട്ട്. ഇനി 2-3 months ആയിട്ട് ചെയ്യുന്ന ഒരാള്, അയാൾക്ക് വേറെ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. സപ്പോസ് എഗ് വൈറ്റ്സ് കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല, ബീഫ് കഴിക്കാൻ പറ്റുന്നില്ല. സോ ഓക്കെ, അങ്ങനത്തെ കേസിൽ അയാൾക്ക് ഒരു വേ പ്രോട്ടീൻ യൂസ് ചെയ്യാം. അതല്ലാത്ത കേസിൽ വർക്കൗട്ട് ചെയ്യുന്നവർ 1 or 2 years നോർമൽ ഫുഡ് വെച്ചിട്ട്, ഓക്കെ, നമ്മൾ നാച്ചുറലി അവൈലബിൾ ആയിട്ട് എല്ലാ ഫുഡ് യൂസ് ചെയ്യുക. അതിൽ ചിക്കൻ യൂസ് ചെയ്യാം, എഗ് യൂസ് ചെയ്യാം, ഫിഷ് യൂസ് ചെയ്യാം, ബീഫ് യൂസ് ചെയ്യാം, ഓൾ സോർട്ട്സ് ഓഫ് മിൽക്ക് യൂസ് ചെയ്യണവർ യൂസ് ചെയ്യാം.
അതെല്ലാം ഒരു 2 years കഴിഞ്ഞ് നിങ്ങളുടെ ബോഡി ഒന്ന് ഡെവലപ്പ് ഒരു സ്റ്റേജിലോട്ട് എത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് വേ പ്രോട്ടീൻ ആസ് വെൽ as ക്രിയാറ്റിൻ. ഈ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് വെച്ചാൽ ത്രീ ടൈംസ് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 times തന്നെ നമ്മൾ മാക്സിമം കലോറി ആൻഡ് ന്യൂട്രീഷൻസ് പ്രോട്ടീൻ ടേക്ക് ഒക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ 6 times ആയിട്ട് ഡിവൈഡ് വേണ്ട, അങ്ങനെ കഴിക്കണമെന്നൊന്നുമില്ല. 6 times ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോസിബിൾ അല്ലല്ലോ. 3 അല്ല 4 times നമുക്ക് കൺസ്യൂം ചെയ്യാം. ഒന്ന് മോർണിംഗ്, ലഞ്ച്, ഈവനിങ് സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നമുക്കൊന്ന് കൺസ്യൂം ചെയ്യാം, പിന്നെ നൈറ്റ് കൺസ്യൂം ചെയ്യാം. 4 meals. അത് വലിയ ബോഡി വെയിൽസ്. ഇമാജിൻ ഒരു കോളേജിൽ പോകുന്ന ആൾക്ക് എത്ര കിലോ മസിൽ ഉണ്ടാവും ശരീരത്തിൽ? ബോഡി വെയിറ്റ് എത്ര ഉണ്ടാവും? അല്ലേ അത്രയും മസിൽ മാസ് കുറവല്ലേ? മറ്റവരെ ആലോചിച്ച് നോക്കുക, അവരുടെ മസിൽ മാസ് എത്രയുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഒരു ബിഗ്രാമിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഹാഡി ചൂപ്പിനെ കണ്ടിട്ടോ അവർ ഇത്രയും കൺസ്യൂം ചെയ്യാൻ അങ്ങനെ നോ ഫൈൻ. നിങ്ങളുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ബോഡി ബിൽഡർ ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുക, വർക്കൗട്ട് ഒരു സൈഡിൽ ചെയ്യുക, അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ഫുഡ് കഴിക്കുക, എല്ലാ മീലിലും കുറച്ച് പ്രോട്ടീൻ കാർബ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും വറി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ ഫൈൻ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സപ്ലിമെന്റ് ആണ് ശിലാജിത്ത്. അട്ടർ വേസ്റ്റ്. അട്ടർ വേസ്റ്റ്. ശിലാജിത്തിന്റെ ഒരു ബെനിഫിറ്റ് പ്രൂവൺ ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിലാജിത്ത് നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതല്ലാതെ വേറെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് യാതൊരു സയന്റിഫിക് പ്രൂഫ്സും ഇല്ല. പർട്ടിക്കുലർലി ആൾക്കാർ എടുക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇറ്റ് വോണ്ട് ബൂസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഫൈനൽ ഒരു വർക്കിംഗ് സെറ്റിംഗ് നമുക്ക് 15 യൂസ് ചെയ്യാം. എത്ര പേര് ചെയ്തിട്ടുണ്ട്? അവിടെ ഡംബിൾസ് നേരെ ഡിഫറെന്റാ. അപ്പോ അവിടെ പോണ വെയിറ്റ് ഇവിടെ പോയില്ല, ഇവിടെ പോണ വെയിറ്റ് ഇല്ല, അങ്ങനെ 20 പോവും. ഓക്കെ, കുഴപ്പമില്ല. അത് അത് 15. ഓക്കെ. സോ ഇനി നമ്മുടെ തേർഡ് ആൻഡ് ലാസ്റ്റ് ഫൈനൽ സെറ്റ്, വർക്കിംഗ് സെറ്റ്. ഓക്കെ, ഫൈനൽ വർക്കിംഗ് സെറ്റ്. ഓക്കെ, അത് വെച്ചിട്ട് ആദ്യമേ ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇത് നമ്മുടെ ചെസ്റ്റിന്റെ ലാസ്റ്റത്തെ എക്സസൈസ് ആണ്. സോ ഗീവ് യുവർ ബെസ്റ്റ് ഓൺ ദിസ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വർക്കൗട്ട് ഇല്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു കത്തിയിരിപ്പണി, ഞാൻ അത് വെച്ച് നിങ്ങളെ കുത്തും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്തോളാം. സോ ഇറ്റ്സ് ലൈക്ക് എ ഡെത്ത് ആൻഡ് ലൈഫ്. Okay, go dice it. Yeah, let's go. There you go. Come on, easy. 1, perfect. 2, good control. കോച്ച്, വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണ പോസിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? എന്താണ് പോസിങ്? വർക്കൗട്ടിനാണ് ഇമ്പോർട്ടൻസ്, പോസിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ദെൻ അത് വരുന്നത് പർട്ടിക്കുലർ ബോഡി ബിൽഡേഴ്സ് ഒക്കെ വരുമ്പോൾ അവർ പോസ് ചെയ്ത് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നോർമൽ ആൾക്കാർക്ക് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് മസിലൊന്ന് ഫ്ലെക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മസിൽസ് കുറച്ചുകൂടെ ബ്ലഡ് ഫില്ലാവാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആണ്. മേ ബി പമ്പിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുമായിരിക്കും. ബട്ട് പമ്പിങ് മസിൽ ഗ്രോത്തുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. സോ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ അറിവിൽ അത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പർട്ടിക്കുലർ ബെനിഫിറ്റ് ഒന്നുമില്ല. ബട്ട് കോമ്പറ്റീഷൻ ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ആ മസിൽസ് കുറച്ചുകൂടെ ഫീൽ ചെയ്യാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുന്നു. ഏറ്റവും കൂടുതൽ ബിഗ്നേഴ്സ് ചെയ്യണ മിസ്റ്റേക്ക് ആണ് ജെനറ്റിക് ആയിട്ട് ബാക്കി ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഒരു കൊല്ലം ട്രെയിൻ ചെയ്ത ആൾക്കല്ലേ ഇപ്പുറത്തെ 3 മാസം ട്രെയിൻ ചെയ്ത ആൾക്ക് ഒന്നുകൂടി കൂടുതൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് ഒക്കെ PEDS ഇറക്കും. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ബിഗിനേഴ്സ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ്, നിങ്ങളുടെ ജെനറ്റിക് പൊട്ടൻഷ്യൽ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരും തന്നെ അവരുടെ ജെനറ്റിക് പൊട്ടൻഷ്യൽ ട്രൂ ആയിട്ട് റിയലൈസ് ചെയ്യുന്നില്ല. അവർ ഓടിച്ചാടി PEDSലോട്ടാണ്. ട്രൂ ആയിട്ടുള്ള ജെനറ്റിക് പൊട്ടൻഷ്യൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ 2 to 3 years നിങ്ങൾ എല്ലാം പ്രോപ്പർ ആക്കി ചെയ്യണം. വർക്കൗട്ട്, നിങ്ങളുടെ റെസ്റ്റ്, നിങ്ങളുടെ ഡയറ്റ്, സപ്ലിമെന്റ്സ്, ഈ 4 കാര്യം പ്രോപ്പർ ആക്കി ചെയ്ത് ഒരു 2 to 3 years ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജെനറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അത് 3 ആവും, ചിലപ്പോൾ 4 years ആകാം. ഓക്കെ, അതിനുശേഷം സ്റ്റിൽ നിങ്ങൾക്കൊരു ബോഡി ബിൽഡിംഗ് പ്രൊഫഷണലോട്ട് പോകണം, പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആവണം എന്നുണ്ടെങ്കിൽ മാത്രം. ബട്ട് സ്റ്റിൽ അപ്പോഴും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് നാച്ചുറൽ ബോഡി ബിൽഡിംഗ്. ഇപ്പോൾ ഒരുപാട് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലോട്ട് പോകാന്നുള്ളതാണ് എൻ്റെ സജഷൻ. ദെൻ ഇനി അതുമല്ല, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആവണം, ആ ഒരു ലെവലിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ യു ക്യാൻ തിങ്ക്. ബട്ട് അതല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യരുത്, ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പുറകെ നടക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും. അത് യൂസ് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക, ആ ഗുളിക ഉണ്ടാക്കുക, ഈ ഗുളിക ഉണ്ടാക്കുക. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ഓക്കെ പെട്ടെന്ന് ബോഡി ബിൽഡാകും എന്നുള്ള ഇതിലാണ്. പക്ഷേ ആ ഒരു ഏജിലെ നിങ്ങൾ ഈ സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ, നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ, നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ, ഇതെല്ലാം വേരി ചെയ്യും. നിങ്ങളൊരു എന്താ പറയുന്നത്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ
എടുക്കാതിരിക്കുക. ആ ഒരു ഏജിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു 17, 18 അല്ലെങ്കിൽ ഒരു 20 ഏജിൽ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മേത്തോടെ ആക്നെ വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകുന്നതോ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ അതല്ല, ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് എസ്തെറ്റിക്കലി ഗുഡ് ആയിട്ടുള്ളൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യാം. Just take some time, learn the workouts, learn the techniques, learn about nutrition, supplements and all. Take some time. That's it. ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനെ പറ്റിയിട്ട് എനിക്ക് വരുന്ന ഒരു ചെറിയ ഡൗട്ടാണ്. ഒരുപാട് കാലങ്ങളായിട്ട് കോമ്പറ്റീഷൻ്റെ സമയത്ത് വലിയ വലിയ ബോഡി ബിൽഡേഴ്സ് വാട്ടർ കട്ട് ചെയ്യും. പക്ഷെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ലോഡ് ചെയ്യുന്നത് 4 ml ഓഫ് വാട്ടർ മസിൽസിലേക്ക് പമ്പായി നിൽക്കാനാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വാട്ടർ? വലിയ വലിയ ബോഡി ബിൽഡേഴ്സ് ഒന്നും വാട്ടർ കട്ട് ചെയ്യത്തില്ല, വാട്ടർ ലിമിറ്റ് ചെയ്യും. ഓക്കെ, അതായത് അതും അവർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിയിൽ എത്രമാത്രം ഡ്രൈനെസ് ഉണ്ട്, നിങ്ങളുടെ സ്കിന്നിന്റെ അടിയിൽ വാട്ടർ ഉണ്ടോ, സ്കിന്നിന്റെ അടിയിൽ വാട്ടർ എക്സ്ട്രാ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുള്ള സമയത്ത് മാത്രം നമ്മൾ വാട്ടർ കട്ട് ചെയ്യുമല്ല, വാട്ടർ ലിമിറ്റ് ചെയ്യും. മേ ബി നിങ്ങളൊരു 3 liters വാട്ടർ കൺസ്യൂം ചെയ്തിട്ടുള്ള സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഹാഫ് ആക്കും, അങ്ങനെയുള്ളൂ. അതല്ലാതെ കംപ്ലീറ്റ്ലി വാട്ടർ അവോയ്ഡ് ചെയ്യുന്ന കേസ്, അതും ലാസ്റ്റ് ഫൈനൽ ഒരു 12 to 16 hours, മാക്സിമം ഒരു 24 hours ചില കേസിൽ, വളരെ റെയർ ആൻഡ് റെയർ ഓഫ് ദ കേസിൽ മാത്രമേ വാട്ടർ കട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്ട്രീം ലീൻ ആയിട്ട് നിൽക്കുകയാണ്, നമ്മുടെ മസിൽ സെറ്റ്സിൻ്റെ അകത്ത് ഗ്ലൈക്കജൻ മോളിക്യൂൾസ് കാർബൺ ലോഡ് ചെയ്യുമ്പോൾ 1 gram ഓഫ് വാട്ടർ 4 grams ഓഫ് വാട്ടറിനെ അതിനകത്തേക്ക് ഹോൾഡ് ചെയ്യും. സോ അപ്പം തന്നെ ഇൻ കേസ് നിങ്ങളുടെ സ്കിന്നിൻ്റെ അടി വാട്ടർ ഉണ്ടെങ്കിൽ അത് അകത്തേക്ക് വലിച്ചോളും. സോ വാട്ടർ ലിമിറ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. ബട്ട് ലിമിറ്റ് അല്ല, കട്ട് ചെയ്യുന്ന അത്ര നല്ല കാര്യമാണ്. ബട്ട് യു ക്യാൻ ലിമിറ്റ്. അത് ഒരു നല്ല കോച്ചിന് നിങ്ങൾക്ക് ബോഡിയുടെ കണ്ടീഷൻ കാണുമ്പോൾ മനസ്സിലാകും വെദർ യു നീഡ് ടു ലിമിറ്റ് ഇറ്റ് ഓർ യു ഡോണ്ട് ഹാവ് ടു ലിമിറ്റ് ഇറ്റ്. ഡിപ്പെൻസ്. ഒരുപാട് എഫക്റ്റീവ് ആണ് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, സോ ബിഗിൻ വിത്ത് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ. ഓവർ ഹെഡ് ഒരു ലെഗ് ഫ്രണ്ടിലോട്ട് വെച്ച് ഒരു ലെഗോ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ, നോർമൽ നമ്മൾ ചെയ്യുന്ന ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ. അതെ, ഒരു 10 reps. Yeah. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, good. അത് ചെറിയ മസിൽസിന്റെ ഒരു പ്രത്യേകത. ചെറിയ മസിൽസ് ഫോർ എക്സാമ്പിൾ ബൈസെപ്പ്, ട്രൈസെപ്പ്, കാഫ്, ഈ ട്രാപ്സ് ഇത്ര ഉള്ളൂ. ഡെൽറ്റോയിഡ്, പ്രസ് വരുമ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ, ഒരുപാട് റെപ്പ് ചെയ്യേണ്ട. ബട്ട് സൈഡ് റൈസസ് പോലുള്ള മൂവ്മെന്റ്സ് വരുമ്പോൾ കൂടുതൽ, കാരണം അത് ആ പർട്ടിക്കുലർ സൈഡ് ഡെൽറ്റോയിഡിനെ മാത്രം ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. സൈഡ് ഡെൽസിന് ഒരുപാട് പേര് നല്ല റെപ്പറ്റീഷൻസ് ചെയ്യണം, റെപ്പറ്റീഷൻസ് ചെയ്യും. അതിന് വേറൊരു റീസണോടെ ഉണ്ട്. ഒന്നത് ഞാനിപ്പോൾ പറഞ്ഞത് സ്മോൾ മസിൽസ് നമുക്ക് റെപ്പറ്റീഷൻ കൂടുതൽ ചെയ്യാം. കാരണം ഒരുപാട് ഹെവി വെയിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇഞ്ചുറിക്ക് ചാൻസ് ഉണ്ടാക്കാം. സോ അതുകൊണ്ട് അവിടെ 1 റെപ്പ് കൂടി. 2 ആൻഡ്രോജനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയും. നമ്മുടെ മസിൽ സെൽസിന്റെ ഫൈബറിന്റെ അകത്തുള്ള സംഭവമാണ് റിസപ്റ്റേഴ്സ്. ഈ ആൻഡ്രോജനിക് റിസപ്റ്റേഴ്സ് ആണ് കൂടുതൽ നമ്മുടെ മസിൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഡെൽറ്റോയിഡ് മസിലാണ്. ആൻഡ്രോജനിക് റിസപ്റ്റേഴ്സ് കൂടുതലുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹെവി വെയിറ്റിനോടും റെസ്പോണ്ട് ചെയ്യും, അതിനേക്കാളും ഒന്നോടെയും ബെറ്റർ ആയിട്ട് റെപ്പറ്റീഷനോട് റെസ്പോണ്ട് ചെയ്യും. അതാണ് അതിന്റെ സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു തിയറി. ഓക്കെ, ഇതൊരു വർക്കിംഗ് സെറ്റ്. മാക്സിമം ടു ദ മാക്സിമം. സ്റ്റേബിൾ ആണല്ലോ, നിൽക്കുന്നത് സ്റ്റേബിൾ ആണ്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ നിൽക്കണ്ട, ഇതിൽ നിന്നാ മതി. ഓക്കെ, ഇങ്ങനെ നിന്നാ മതി. എന്നിട്ട് സ്വല്പം ബെൻഡ് ചെയ്താൽ മതി. ഇനി പുറകിലോട്ട് പോകത്തില്ല. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? 1 സ്റ്റെബിലിറ്റി ബെറ്റർ അല്ലേ? ഓക്കെ, 2 here, just hold. 3 stretch. Now 4 stretch. That's good. 5. ചെസ്റ്റും ട്രൈസും മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മിനിമം മാക്സിമം വർക്കൗട്ട് അങ്ങനെയാണല്ലോ. ഏതിനാ കൂടുതൽ ചെയ്യേണ്ട? ചെസ്റ്റിന് മാക്സിമം ഒരു 4 എണ്ണം. ചെസ്റ്റിന് ആക്കിയ 4 എണ്ണം. ഈ ചെയ്ത രീതിയിൽ 4 ഒന്നും പോവില്ല. നല്ലതാ. 3 എണ്ണത്തിലേ നിൽക്കുള്ളൂ. ട്രൈസെപ്സ് 2 എണ്ണം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം 4-2, അല്ലെങ്കിൽ 4-3. ഡിഫറൻസ് ആണ്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഇന്റൻസിറ്റിനെ ബേസ് ചെയ്താണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയും 4 എക്സസൈസ്, അതേസമയം നമ്മളിപ്പോൾ ഡോറിനേറ്റ്സിന്റെ അടുത്തോട്ട് ഇല്ല, അയാൾ 2 എക്സസൈസ് കഥ കഴിച്ച് വീട്ടിൽ വിടും. ഇന്റൻസിറ്റി
വലിച്ചു വാരി ചെയ്യുകയും ചെയ്യരുത്. ചില ആൾക്കാരുണ്ട് ഇപ്പൊ ചെസ്റ്റിന് വന്നിട്ട് ആ ഫ്ലാറ്റ് ഇൻക്ലൈന് ഡിക്ലൈന് പിന്നെ പോയിട്ട് ഡമ്പല് ഫ്ലാറ്റ് ഇൻക്ലൈൻ ഉണ്ടെങ്കിൽ കേബിൾ ക്രോസ് ഓവർ പെക്ടൊക്കെ അത്ര വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഓക്കെ സോ നമ്മൾ ചെസ്റ്റിന് 3 എക്സസൈസ് ചെയ്തു. ആവശ്യത്തിന് പ്രോപ്പറായിട്ട് വർക്കിംഗ് സെറ്റ്സ് നമ്മൾ ചെയ്തു. 4 വർക്കിംഗ് സെറ്റ്സ് ചെയ്തു. ഒരു ബിഗിനർക്ക് അത്രയും മതി. ഓക്കെ, ഇനി ഗ്രാജുവലി ചെയ്യാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വെയിറ്റ്സ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ റെപ്സ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, ഫോം ബെറ്റർ ആക്കാൻ നോക്കുക, ടൈം അണ്ടർ ടെൻഷൻ കൂട്ടുക. അങ്ങനെ പല മെത്തേഡ്സിൽ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യുക. ഈ സെയിം 3 എക്സസൈസ് തന്നെ എടുത്ത് അതിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നുവാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി. ഇപ്പൊ നമ്മൾ 20 kg ചെയ്തുകൊണ്ടിരിക്കും, മാക്സിമം ചെയ്തു. അതൊരു 25-30 kg ഒക്കെ ചെയ്യുവാണ്. ആ 30 kg നിങ്ങൾക്ക് ഒരു 4-5 റെപ്സ് ഒക്കെ ചെയ്യാറായി. അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ യെസ്, ദെൻ അടുത്ത സ്റ്റെപ്പായിട്ട് അപ്പൊ നമുക്ക് സ്ട്രെങ്ത് അത്രയും ബിൽഡ് ചെയ്തു. ഈ 3 എക്സസൈസിന്റെ കൂടെ മേ ബി ഒരു ചെസ്റ്റ് എക്സസൈസോട് ആഡ് ചെയ്യാം. മനസ്സിലായി? അതാണ് ഗ്രാജുവൽ ആയിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. അല്ലാതെ ഇന്നിപ്പോ ഈ മാസം 3 എക്സസൈസ് ചെയ്യുന്നു, അടുത്ത മാസം 4 അല്ല. ആ ചെയ്യുന്ന 3 എക്സസൈസിൽ നമുക്ക് എത്രമാത്രം ബെറ്റർ ആകാൻ പറ്റും അത്രയും ബെറ്റർ. അതിനുശേഷം മാത്രം അടുത്തതിലോട്ട് പോയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ട്രൈസെപ്സിന്റെ ഫസ്റ്റ് എക്സസൈസ് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ. ഞാൻ എപ്പോഴും ട്രൈസെപ്സിന് പുഷ് ഡൗണേക്കാളും കൂടുതൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻസ് ആണ്. ബിക്കോസ് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻസ് ട്രൈസെപ്സിന് കുറച്ചുകൂടെയും ലോങ് ഹെഡിൽ, ഷോർട്ട് ഹെഡിനെക്കാളും കുറച്ചുകൂടെ ലോങ് ഹെഡിൽ വർക്ക് ചെയ്യും. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബെൻഡ് ചെയ്ത് നിൽക്കാം. ഇവിടെ ഇങ്ങനെ നിന്നാൽ മതി. ഒരു ലെഗ് വേണമെങ്കിൽ നമുക്ക് കയറ്റി നിൽക്കാം, ഇങ്ങനെ നിൽക്കാം. പക്ഷെ ഇതിന്റെ പ്രോബ്ലം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് ലോഡ് കൂടുതലും ബാലൻസ് പോകും. സോ ബാക്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാം. ദെൻ പുഷ് ഇറ്റ് ഫോർവേഡ്, ദെൻ സ്ട്രെച്ച് ബാക്ക്, സ്ട്രെച്ച് ബാക്ക്, സ്ട്രെച്ച് ബാക്ക്, സ്ട്രെച്ച്. ഇവിടെ നിർത്തരുത്. ഇത് കണ്ടോ, മാക്സിമം പറ്റുമെങ്കിൽ ഇങ്ങനെ ഒന്ന് ലിഫ്റ്റോടെ ചെയ്യാം. അപ്പോൾ ട്രൈസെപ്സ് കുറച്ചുകൂടെ സ്ട്രെച്ച് ആയി. ആൻഡ് പുഷ് ഇറ്റ് ഫോർവേഡ്. ഓക്കെ, കോച്ച് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് തമ്പ് ഇങ്ങനെ വെക്കാൻ പാടില്ല, തമ്പ് ഇങ്ങനെ പുറത്തേക്ക് ആക്കി വെക്കണം. ഇതിന്റെ ശരിക്കും അത് ഇങ്ങനെ വെക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ വെക്കുന്നത് ഒരിക്കലും ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാ പിടിക്കുന്നത്. അത് എന്റെ കംഫർട്ടബിൾ. ഇങ്ങനെ പിടിച്ചാലല്ലോ റിസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വെയിറ്റ് ഒക്കെ കൂടിക്കുമ്പോൾ സ്ലിപ്പായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പോവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കണം നിർബന്ധമില്ല. ഇങ്ങനെയാണ് എനിക്ക് കംഫർട്ട്. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്. ഈ ചില ആൾക്കാർ വന്നിട്ട് അങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. നോ, നത്തിങ്. വരെവർ ദാറ്റ് യു ഫീൽ കംഫർട്ടബിൾ. ഓക്കെ, കുറച്ച് ഫോർവേഡ് ബെൻഡ് ചെയ്തേക്കുക. യെസ്, എൽബോ പറ്റുന്നത്ര ക്ലോസ് വയ്ക്കുക. ആൻഡ് പുഷ് ഫോർവേഡ്. 1 ഗുഡ്. ഒരു 10 റെപ്സ്. ഓക്കെ, ഫൈൻ. ലാസ്റ്റ് വരുമ്പോ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് ഷോൾഡർ. അത് അവോയ്ഡ് ചെയ്യണം. ഈ ഒരു സ്ട്രെയിറ്റ് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. കോച്ച് ഇപ്പോഴത്തെ ബിഗിനർ ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ്, അതായത് 16 വയസ്സുള്ളവർ വരെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ PDS യൂസ് ചെയ്തിട്ട് വരുന്നത്, അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങളൊരു 22 വയസ്സ് കഴിയാതെ കോമ്പറ്റീറ്റീവ് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ഒരുപാട് പൊട്ടൻഷ്യൽ ആ സമയത്തും കൊണ്ട് ആ ഒരു യങ് ഏജിലെ ഈ സ്റ്റെറോയിഡ്സ് ഇതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നശിപ്പിച്ചു കളയും. സോ നെവർ ഡു ദാറ്റ്. ഓക്കെ, ശരിക്കും ആ ഒരു ഏജിൽ കോമ്പറ്റീഷൻ ചെയ്യുമല്ല, ആ ഒരു ഏജിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ കോമ്പറ്റീഷനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇൻ കേസ് നിങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നാച്ചുറൽ കോമ്പറ്റീഷൻസ് ചെയ്യുക. അതല്ലാതെ ഏതൊരു ട്രെയിനർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സ്റ്റെറോയിഡ്സ്, PEDs അങ്ങനത്തെ സാധനങ്ങൾ, അതായത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സാധനം നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് അവേ ഫ്രം ദാറ്റ് ട്രെയിനർ. ഒരിക്കലും PEDs യൂസ് ചെയ്യരുത്. 24 വയസ്സിന് ശേഷം, 22 അല്ലെങ്കിൽ 23 വയസ്സിന് ശേഷം മാത്രമേ PEDs യൂസ് ചെയ്യാവുള്ളൂ. ബിക്കോസ് 22-23 വയസ്സിലേക്കാണ് നമ്മുടെ നാച്ചുറൽ ടെസ്റ്റോസ്റ്റെറോൺ മാക്സിമം അതിന്റെ പീക്കിൽ വരുന്നത്. അതിന്റെ പീക്കിൽ വന്നതിന് ശേഷം പിന്നെ ടെസ്റ്റോസ്റ്റെറോൺ കുറയാൻ തുടങ്ങുമ്പോൾ ഓക്കെ ഫൈൻ, അപ്പോഴും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ബോഡി ബിൽഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ എടുക്കരുത് പ്ലീസ്. കാരണം നമ്മൾ ഈ യങ് ഏജ് 17-18 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മീൻസ് നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല. നമ്മൾ ആ സമയത്ത് ഓക്കെ നമ്മൾ ആലോചിച്ച് നമ്മൾ കോളേജിൽ പഠിച്ച് ചെത്ത് ബൈക്ക് വേണം, പിന്നെ അത് വേണം, ഇത് വേണം, ഓക്കെ നമുക്ക് എന്താ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളോടാണ് ചിന്ത. അത് ഒരു 22-23 കഴിയുമ്പോഴത്തേനും ആ ചിന്താഗതി മാറിയിട്ട് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറും. എന്തുകൊണ്ടാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഐ മീൻ ആ ഒരു മച്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ PEDsന്റെ കേസിനും 17-18 വയസ്സിൽ നമ്മൾ ഓരോ പടങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ഇതുപോലെയൊക്കെ ആവണം തോന്നും. പക്ഷെ ഒരു 22-23 വയസ്സ് കഴിയുമ്പോൾ നേരെ മാറും. സോ അന്ന് അങ്ങനെ പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്ത പല ആൾക്കാരും ഇപ്പൊ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. മനസ്സിലാവും. അതെ, നമ്മൾ സൈഡ് എഫക്ട്സ് മനസ്സിലാവും. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും.
പക്ഷെ നമുക്ക് ഈ കാർഡിയോ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാ? ഏത് ടൈമിൽ വേണേലും കാർഡിയോ ചെയ്യാം. മോർണിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്ക് കാർഡിയോ ചെയ്യുമ്പോൾ ഫാറ്റ് കൂടുതലായിട്ട് ബേൺ ചെയ്യും. സോ റീസെന്റ് സ്റ്റഡീസ് അങ്ങനെയൊന്നും അല്ല പ്രൂവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ബേൺ ചെയ്യുന്ന കാലറീസ് ഈക്വൽ ആണ്, സെയിം ആണെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണേലും ചെയ്യാം. പിന്നെ മോർണിംഗ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ വളരെ ലോ ആണ്. സോ ആ ടൈമിൽ കുറച്ചുകൂടെ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യാമെന്ന് വാദിക്കുന്നുണ്ട്, ബട്ട് പ്രൂവൺ അല്ല. സോ അതുകൊണ്ട് ഇറ്റ്സ് ടോട്ടലി. എന്റെ ഒക്കെ ജിമ്മിൽ പറഞ്ഞ പുതിയതായിട്ട് പറഞ്ഞ ഏട്ടന്മാര് ജസ്റ്റ് ഞാൻ ഇപ്പൊ അധികം വേർക്കണില്ല, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അപ്പൊ ബാക്കിയുള്ള നല്ല വിറക്കുണ്ട്, അവന് കൂടുതൽ ഫാറ്റ് വേണം, അതിനെ പറ്റി എന്താ പറയാ? ഇല്ല, വേർപ്പും ഫാറ്റ് ബേണിങ്ങുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇന്റേണൽ ഒരു മെക്കാനിസമാണ്. വേർക്കുന്നത് ചില ആൾക്കാർ കൂടുതൽ വേർക്കും, ചില ആൾക്കാർ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ വേർക്കും, ചില ആൾക്കാർ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ വേർക്കും. അതൊക്കെ ബോഡിയുടെ ഇന്റേണൽ പ്രോസസ്സിംഗ് ആണ്. അതും വർക്കൗട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല. വേർക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, മസിൽ ആക്ടിവേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഈ സൗണ്ട് പെയിൻ ആവുന്ന സമയത്ത് ഡോക്ടറിനെ കാണിക്കും. സൗണ്ട് ഒരിക്കലും പെയിൻ ആവത്തില്ല. പെയിൻ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ടയർ വരണം, അല്ലെങ്കിൽ ഒരു കണക്റ്റീവ് ടിഷ്യൂവിന് എന്തെങ്കിലും ഒരു ടയർ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാവുള്ളൂ. ഇത് നൈട്രജൻ ബബിൾ റിലീസിംഗ് ആണ്. ഞാൻ ഇടയ്ക്ക് നടക്കുമ്പോൾ മുട്ടേന്ന് അങ്ങനെ കിടക്കുന്ന സൗണ്ട് കേൾക്കാം. എനിക്കിത് സാധാരണ ഒരാൾ പറഞ്ഞു വാമപ്പ് ചെയ്യാത്തോണ്ടാ പ്രോപ്പർ ആണ്, അങ്ങനെയല്ലല്ലോ. ചില പാട്ടിന് സൗണ്ട് ഒക്കെ സൗണ്ട് വിഷയമില്ല. Good. 2 3 4 come on 5. Yes. താഴേക്ക് കൺട്രോൾ ചെയ്താൽ മതി. Yes. Come on. Yes. One more. Okay, fine. അതെ, ലെഫ്റ്റ് കൈ മാത്രം അത് വീക്കാണ്, മസിൽസ് വീക്കാണ്, അത്ര കൊണ്ടുണ്ട്. അതിങ്ങനെ ഫെയിലിയർ വരെ അച്ചീവ് ചെയ്ത് ഓവർകം ചെയ്യാം. ഓക്കെ. പക്ഷേ കൂടുതലും ഡംബൽ വർക്കൗട്ട്സ് ആയിരിക്കും. നമ്മൾ ഐസൊലേറ്റഡ് സിംഗിൾ ഹാൻഡ് അങ്ങനെ വരുമ്പോൾ അതങ്ങനെ വരാം. അതിനെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രയോറിറ്റി കൊടുക്കാന്ന് പലരും പറയും. ബട്ട് പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ നല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ ഫെയിൽ ആയില്ല, ബട്ട് അവിടെ ഫെയിൽ ആയി. ആ ഫെയിൽ ആയാലും ഇപ്പൊ ലെഫ്റ്റ് നിങ്ങളുടെ വീക്ക് ഹാൻഡ് ഫെയിൽ ആയാലും സ്റ്റോപ്പ് ചെയ്യരുത്, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. സോ അത് ഓവർകം ചെയ്യാം. അതത് മതി. നമുക്ക് കുറച്ച് ഡംബൽ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻസ് ചെയ്യാം. ഓക്കെ. ആംസ് ഫൈനല്. ആംസ് കുറച്ചുകൂടെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. നൗ ഡൗൺ ആൻഡ് പുഷ് ബാക്ക്. 1. താഴേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഇനി സ്ട്രെച്ച് ചെയ്യാനുണ്ട്. 2. സ്ട്രെച്ച് ചെയ്യാനുണ്ട്. ഇല്ല, സ്ട്രെച്ച് ആകുന്നില്ല. ഫ്രോയുടെ ആംസ് കംപ്ലീറ്റ് സ്ട്രെച്ച് ആകുന്നില്ല. യെസ്, ദാറ്റ്സ് ഗുഡ്. 3. ദാറ്റ്സ് വെരി ഗുഡ്. ട്രൈസെപ്സ് മാക്സിമം സ്ട്രെച്ച്. ആൻഡ് 4. വെരി ഗുഡ്. Good. 5. 6. Come on. Down. 7. Yes. Stretch ആക്കിക്കേ. Arms stretch ആക്കിക്കേ. Yes. 8. Yeah. And one more. Perfect. Always muscles maximum range of motion പോകണം കേട്ടോ. നെക്സ്റ്റ് റെപ്പ് ബ്രോയുടെ ഒരു പ്രോബ്ലം വെച്ചാൽ നെക്സ്റ്റ് റെപ്പിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചെയ്യുന്ന കറന്റ് റെപ്പിനെ കുറിച്ച് ചിന്തിക്കണം. ഓക്കെ, നെക്സ്റ്റ് റെപ്പ് ഇത് കഴിഞ്ഞിട്ടാണ് പ്രോപ്പർ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന റെപ്പ് പെർഫെക്റ്റ് ആക്കുക. അതിന് ശേഷമാണ് നെക്സ്റ്റ്. ഡോണ്ട് വറി. ഇപ്പൊ 10 നമ്പർ ചെയ്യണം അല്ലെങ്കിൽ 12 നമ്പർ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന വെയിറ്റ് മാക്സിമം ബെറ്റർ ആയിട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗുഡ്. 10 കുഴപ്പമില്ലായിരുന്നു. നമുക്ക് വെയിറ്റ് കൂട്ടാം. 12.5 എടുക്കാം. സോ അത് 12.5 ആണ്. യെസ്, സ്ട്രെച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പേടിക്കണ്ട. യെസ്, 10. പെർഫെക്റ്റ്. കം ഓൺ. Yeah. 11. Come on. 12. Okay. This is the last exercise. Come on. Yeah. Two more. Give me two more. Yes. Yeah. Say one more. Come on. Straight. Okay. Fine. Good. Okay. So we finished our workout.
How do you feel? യെസ് ഫീൽ ഗുഡ്. ഓക്കെ, ഇതാണ് ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് ഒരു ബിഗിനർ ആയതുകൊണ്ടാണ് നമ്മൾ വർക്കിംഗ് സെറ്റ് വളരെ ലിമിറ്റ് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് വർക്കൗട്ട് അല്ല. യു ക്യാൻ ഡു ദ സെയിം വർക്കൗട്ട്സ്, ബട്ട് ഞാൻ പറഞ്ഞതുപോലെ ട്രൈ ടു ഇൻക്രീസ് സംതിങ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റെപ്പ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ടൈം ആൻഡ് ടെൻഷൻ, അല്ലെങ്കിൽ വെയിറ്റ്സ് ഒന്ന് കൂട്ടുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ മാക്സിമം ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ചെയ്തപ്പോൾ എത്ര കിലോ വരെ പോയി? നമ്മള് 17.5 അല്ലേ ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് മാറ്റാതെ ഈ 17.5 എങ്ങനെ, ഇവിടെ മാക്സിമം ഉള്ളത് 40 kg ആണ്, എങ്ങനെ ഈ 17.5 40 kg വരെ പ്രസ് ചെയ്യാം എന്ന് ചിന്തിക്കുക. ഇമാജിൻ ഇപ്പൊ 17.5 നമ്മൾ ചെയ്തപ്പോ ഈ മസിൽസ് ആണ്. ഡെഫിനറ്റ്ലി 40 എത്തുമ്പോഴത്തേനും മസിൽസ് വലുതാവില്ലേ? വലുതാകും. കാരണം മസിൽസ് സ്ട്രോങ് ആവുന്നതോറും മസിൽസ് വലുതാകും, സൈസ് കൂടും. അങ്ങനെയാണ് ഓരോ എക്സസൈസ്. സ്കോട്ട് ചെയ്യുന്ന ഒരാൾ ഉടനെ സ്കോട്ട് മാറ്റിയിട്ട് വേറെ വർക്കൗട്ടിലോട്ട് പോവുമല്ല. 10 കിലോ സ്കോട്ട് ചെയ്യുന്ന ഒരാൾ 200 കിലോ സ്കോട്ട് ചെയ്യാറാകുമ്പോൾ തന്നെ അയാളുടെ മസിൽസിൽ ഒരുപാട് ചേഞ്ചസ് വരും. മസിൽ സൈസ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആവും. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് എ വേ ടു ട്രെയിൻ. ഗുഡ്. സോ ഗൈസ്, അങ്ങനെ ഒരു അടിപൊളി വർക്കൗട്ട് സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഒരു അടിപൊളി വർക്കൗട്ട് സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടിയ ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. സോ താങ്ക് യു ഡുഡ് ചേട്ടാ, ഇറ്റ് വാസ് റിയലി ഗുഡ് വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫേവറേറ്റ് കോച്ചസിനൊപ്പം വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്, ആദ്യത്തെ ഇനിഷ്യേറ്റീവാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതുപോലെ ഒരുപാട് വീഡിയോസും ഈ കമ്മിങ് എപ്പിസോഡ്സിൽ ഉണ്ടായിരുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.